ഹലോ എവരിവൺ, മച്ച് ഫ്ലൈബിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചപ്പാത്തിയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും എന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു പകുതി കഷ്ണ സവാള, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, പിന്നെ ഉഴുന്നുപരിപ്പ്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് മാത്രമുള്ളെങ്കിൽ ഉരുളക്കിഴങ്ങ് സവാള എടുക്കാം, ക്യാരറ്റ് മാത്രമുണ്ടെങ്കിൽ ക്യാരറ്റ് സവാളയും വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള ഉഴുന്നൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മതിയിട്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾ അനുസരിച്ചിട്ട് അത് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചുമക്കി ഒന്ന് വറുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേ പാൻ അടുപ്പത്തേക്ക് വെച്ച് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേറെ വല്ല വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത്രയും മതി, ഇതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഐറ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ വഴക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. വെളിച്ചെണ്ണയ്ക്ക് വേറെ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അത് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉഴുന്ന് ചൂടാറി, അപ്പോൾ ആ ഉഴുന്നൊന്ന് പൊടിച്ചെടുത്ത് വരുന്നുണ്ട്. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ, അതും കൂടെ ചേർത്ത് ഒരല്പം ജീരകം, മുഴുവൻ ജീരകം അതിന് കുഴപ്പമില്ല, ഞാനിപ്പോൾ സാധാരണ പൊടിച്ച് വെക്കും ജീരകം, എന്നിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അടിച്ച് കിട്ടും നമുക്ക്. അതിനിട്ടാണ് തരിതരിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ അടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വരാം. അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാതെ, ഞാൻ ഒരുപാട് അങ്ങനെ ലൂസായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇപ്പം ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതി. ഞാനിപ്പോൾ അധികം പുളി ആവശ്യമില്ല, കാരണം ചപ്പാത്തിക്കൊക്കെ ഉള്ള കറിയാണല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. അതിനുശേഷം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉഴുന്ന് പൊടിച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിക്കായി, നല്ല കൊഴുപ്പായിട്ട് നമ്മൾ കറി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പുളിയും ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക. ഇത് ഞാനിപ്പോൾ അധികം എരിവ് ചേർത്തിട്ടില്ല, ചോറിനില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ അവസാനമായിട്ട് ഒരു ഇത്തിരി പഞ്ചസാര ചേർക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ നിങ്ങൾ മുളക് പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി വേണമെന്നില്ല, എന്നാലും കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിന്. ഇനി നമുക്കതൊന്ന് താളിക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്, കടുക് ഇടുന്നുണ്ട്, പിന്നെ 2 വറ്റൽമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിനും ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ താളിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കടുക് വറുത്തിട്ടുണ്ട്. അടിപൊളി നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ പോലെയുള്ള തന്നെ ടേസ്റ്റി ആയി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക്